പല ആൾക്കാർക്കും കമ്പനിയിൽ നിന്ന് കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ നല്ല മുട്ടം പണി കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും. അത്ഭുതപ്പെടുന്ന ആൾക്കാരെന്ന് വെച്ചെങ്കിൽ ഇതുവരെ അങ്ങനത്തെ ഒരു പണി കിട്ടാത്ത ആൾക്കാരായി. പേടിക്കണ്ട, അടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പണി കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചോ. ഞാൻ എന്തുകൊണ്ടത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരോടും വളരെ ക്ലോസ് ആവും. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും കണ്ണടച്ച് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിശ്വസിക്കരുത്. കാരണം നിങ്ങൾ വിശ്വസിച്ചിട്ട് പല കാര്യങ്ങളും, കമ്പനിയുടെ കാര്യങ്ങളായാലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളായാലും കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരത്തൊക്കെ നിങ്ങൾ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞതും കുറച്ചും കൂടി കൂടുതലും ചേർത്തിട്ട് നിങ്ങളുടെ നേരെ ലൈൻ മാനേജറിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഓണേഴ്സിന്റെ അടുത്തോ അതേപോലെ പോയി തന്നെ ഇവർ പറയും. നിങ്ങൾ ഒരു പക്ഷേ ആ സമയത്തുള്ള ടെൻഷന്റെ പുറത്തോ ജോലി സംബന്ധമായ എന്തെങ്കിലും കാരണത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കും നിങ്ങൾ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വർക്കിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ അതെങ്കിൽ മറന്നുപോയും ചെയ്യും. പക്ഷേ ഈ മാനേജ്മെന്റോ അല്ലെങ്കിൽ ലൈൻ മാനേജർ നിങ്ങളുടെ ഒന്നും ചോദിക്കണമെന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നുള്ളത്. അവർ വിചാരിക്കും നിങ്ങളത് മനഃപൂർവ്വം പറഞ്ഞാണ്, നിങ്ങൾ കമ്പനിക്കെതിരാണ് അല്ലെങ്കിൽ നിങ്ങൾ മാനേജറിനെതിരാന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾക്ക് നാളെ പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ കരിയറിൽ മുകളിലേക്ക് കയറി പോകാനായിട്ടുള്ള പല വിധത്തിലുള്ള തടസ്സങ്ങൾ അത് ഉണ്ടാകും. ഇതുവരെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളെ പിന്നീന്ന് കുത്തിയിട്ടില്ല എന്ന് വിചാരിച്ച് നാളെ അത് ചെയ്തുകൂടായില്ല. നാളെ എന്തെങ്കിലും കാരണവശാൽ, ചിലപ്പോൾ ജോലി സംബന്ധമാവും അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ നാളെ തെറ്റിയാൽ, നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ കമ്പനിയെ പറ്റിയും പല ആൾക്കാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ടോ, അത് അതുപോലെ തന്നെ എടുത്തു കൊണ്ടുപോയിട്ട് അവര് നിങ്ങളുടെ മുകളിലുള്ള ആൾക്കാരത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓർത്തിരിക്കാം,